വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു Q&A സെഷനാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച്. പക്ഷേ അതിൽ ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ വേറെ ആരുമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വിഷ്ണുമായാണ്. അപ്പോൾ ആൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചേ ഉള്ളൂ, എങ്കിലും ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ചോദിച്ചതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം ഏവർക്കും ഇന്നത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വായിക്കാം. അതിന് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആൾ ചോദിച്ചിട്ടുണ്ട് വർക്ക്, പേഴ്സണൽ ലൈഫ് ആൻഡ് ബൊട്ടീക്ക് എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മീൻസ് അത് പൊതുവേ ഉള്ളൊരു കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ടൈം ബേസ് അല്ല, അതായത് കോപ്പി പേസ്റ്റിംഗ്, ടൈപ്പിംഗ് അങ്ങനത്തെ ഒരു ജോബല്ല ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്ക് ടൈം എന്ന് പറയുന്നത് 8 to 9 hours റെഗുലർ ഓഫീസ് ടൈം തന്നെയാണ് വരുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് വരുന്നത് മോർണിംഗ് ഷിഫ്റ്റ് അല്ല, നൂൺ ഷിഫ്റ്റാണ്. നൂൺ ടു നൈറ്റ് ഷിഫ്റ്റ് പോലെ എന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നത് UK ബേസ്ഡ് കമ്പനിയിലാണ്. അവർക്ക് ഇന്ത്യയിൽ ഓഫീസില്ല, അതുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ളത്. UK ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വർക്ക് ടൈം വരുന്നത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ 2:30 തൊട്ട് ഉച്ചയ്ക്ക് 2:30 തൊട്ട് രാത്രി 11:30 വരെയാണ്. ഒരു ഓൾമോസ്റ്റ് 8 to 9 hours വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2:30 എന്നുള്ള നമ്മുടെ ടൈം അവിടെ UK ഒരു മോർണിംഗ് 9 to 5 ആ ഒരു ടൈം തന്നെ. അവരുടെ മോർണിംഗ് ഷിഫ്റ്റ് നമുക്കിവിടെ ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റ് ആവുന്ന ഉള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 6 months കൂടുമ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ടൈം ചേഞ്ച് ചെയ്യാറുണ്ട്. 1 hour ഹെഡും 1 hour ബിഫോറും, അതായത് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. കാരണം അവിടുത്തെ ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, അപ്പോൾ സീസൺ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എങ്ങാണ്ട് 1 മണിക്കൂർ മുന്നോട്ടും 1 മണിക്കൂർ പുറകോട്ടും അങ്ങനെ എന്തോ ടൈം മാനേജ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് 2:30 to 11:30. ഒരു 6 monthsന് ശേഷമാണെങ്കിൽ അത് 1:30 to 10:30 ആയിരിക്കും വർക്ക് ടൈം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡേ എനിക്ക് പോകുന്നില്ല. ഫുൾ ഒരു ഡേ ഷിഫ്റ്റായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ വർക്ക് മാനേജ് ചെയ്യാൻ വലിയ ഇതായിട്ടൊന്നും ഇല്ല. വർക്കും പേഴ്സണൽ ലൈഫും ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഉച്ചവരെ സമയം ഫ്രീ ആണ്, അതിനുശേഷം വർക്കിന് കയറിയാൽ മതി. അപ്പോൾ അത് ആ ഒരു രീതിയിൽ അങ്ങനെ പോകും. പിന്നെ ബൊട്ടീക്ക് എന്ന് പറയാം, ബൊട്ടീക്കായിട്ട് വലിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ വലിയൊരു ഡ്രീമിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ ഈ ജസ്റ്റ് ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ നാളുകൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഫസ്റ്റ് ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി കുറേ ടൈം, അല്ലെങ്കിൽ പിന്നാട്ടെ എന്നുള്ള ഇതിൽ വന്ന് നമ്മൾ ടൈം എല്ലാം സെറ്റായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെയിൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ എല്ലാം സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, ദൈവം സഹായിച്ച്. അപ്പം ഇനി ഓണം ടൈമിലേക്ക് നമ്മളത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രഷർ വരുന്നില്ല വലുതായിട്ട്. അതുകൊണ്ട് വർക്കും പേഴ്സണൽ ലൈഫും ഓൺലൈൻ സ്റ്റോറും എല്ലാം ഈക്വലി മാനേജ് ചെയ്ത് പോകാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഒരു റിപ്ലൈ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആൾ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേബി വന്നതിന് ശേഷം ലൈഫിലുണ്ടായ ചേഞ്ചസ്. ബേബി വന്നതിന് ശേഷം ലൈഫിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡും മദർ ഇൻ ലോയും ഉണ്ട്. അവർ രണ്ടുപേരും എൻ്റെ സപ്പോർട്ടിങ് പില്ലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടൈം മീൻസ് ഭാവി ഉണ്ടായി ആദ്യത്തെ ആ ഒരു ടൈമിലൊക്കെ കുറച്ച് നമ്മുടെ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹോർമോണൽ ബാലൻസ് അതിൻ്റെയൊക്കെ ഒരു, അതെല്ലാവർക്കും നോർമലി വരുന്നതാണ്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഭാവ വന്നിട്ട് വലിയ മാറ്റങ്ങളൊന്നും ലൈഫിൽ വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളും കോപ്പറേറ്റീവാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഞാൻ ലീവ് കഴിഞ്ഞ് മെയ് ലാസ്റ്റ് വീക്കാണ് റീജോയിൻ ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു, പിന്നെ ആളും കോപ്പറേറ്റീവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹസ്ബൻഡും മദർ ഇൻ ലോയും അവർ സപ്പോർട്ടാണ്, അവർ ഭാവിയെ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് വലിയ കഷ്ടപ്പാട് വരുന്നില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തൂടെ.
ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു എല്ലാവരുമായിട്ടുള്ളൊരു ദിവസം നമുക്കങ്ങനെ കിട്ടാറില്ല. പിന്നെയും സൺഡേ മാത്രം. സൺഡേ പിന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കിട്ടാറില്ല. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ നോർമലി ഉള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും അമ്മയും ചേട്ടായും അവരുടെ ജോലി കാര്യത്തിനൊക്കെ ആയിട്ട് അവരങ്ങ് പോകും. പിന്നെ ഞാനും വാവയും മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെ അമ്മ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് വീട്ടിൽ വലിയ പണികളൊന്നും ഇല്ല. പിന്നെ വാവയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുക, അതൊക്കെ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുക, അങ്ങനെ. പിന്നെ ഉച്ചയാകുമ്പോൾ എൻ്റെ വർക്കിന് ഞാൻ കയറുക. അതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ ഇപ്പം വരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഇല്ല. പിന്നെ സൺഡേസിൽ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് വീട്ടിലുള്ള സമയത്ത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലായിരിക്കും. പിന്നെ സമയം കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം. ഡേ ഇൻ മൈ ലൈഫ് എന്താണേലും ചെയ്യാൻ ശ്രമിക്കാം ഇനി. അതുപോലെ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് ഒത്തിരി അപ്ലോഡ് ചെയ്യുക, അപ്പോൾ ചാനൽ റീച്ച് ആവും. നമുക്കറിയാം ഷോർട്സ് അപ്ലോഡ് ചെയ്ത ചാനൽ റീച്ച് ആവുന്നു. പക്ഷേ സമയമാണ് എല്ലാത്തിനും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നമ്മളിപ്പം വർക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇപ്പം ഡെയിലി ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്ന ഷോർട്സൊക്കെ ചിലതൊക്കെ നേരത്തെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതായിരിക്കാം. അത് ഡ്രാഫ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. ചിലത് ഓൺ ദ സ്പോട്ടിൽ ചെയ്യുന്നതായിരിക്കാം. അപ്പം എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനിയും വരും ദിവസങ്ങളിൽ. പിന്നെ അവൾ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ലൈഫിൽ ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് മൈൻഡ് പോസിറ്റീവ് ആക്കുന്നത് എന്ന്. അപ്പം അതിനുള്ളൊരു റിപ്ലൈ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ് നമ്മുടെ ഈ ഒരു ഡയറി. ഇത് ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നൊരു ഡയറിയാണ് കേട്ടോ. അതിൽ ഉള്ള കുറേ കാര്യങ്ങളാണിത്. ഇത് ഞാൻ അധികം സൂം ചെയ്ത് കാണിക്കുന്നില്ല. ഇത് ഓരോരോ കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെ ലൈഫിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മറക്കാൻ പറ്റാത്ത, ഞങ്ങൾ പോലും അറിയാത്ത, നമ്മൾ ഇൻവോൾവ് ആകാത്ത കാര്യങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള, ചുറ്റുമുള്ള കുറേ ആൾക്കാർ നമുക്ക് കുറേ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ ഓരോ സംഭാവനകളാണ് എഴുതി ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചോളം ആരെന്ത് പറഞ്ഞാലും ഇതിലേ കേട്ട് ഇതിലേ വിടാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതിലേ കേട്ട് നമ്മുടെ മനസ്സിൽ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതിലേ കളയാൻ. കാരണം നമ്മളെ ആവശ്യമില്ലാത്ത എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മളറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ തലയിൽ കൊണ്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ആ ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്ന് ഒന്നും അറിയാത്ത പോലെ നിൽക്കുമ്പോഴും നമ്മൾ എപ്പോഴും ചിരിച്ച് നിൽക്കുക. പക്ഷെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കണം. ഞാൻ അങ്ങനെയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ലോങ് വീഡിയോയിൽ ഷെയർ ചെയ്യും. അപ്പം നിനക്ക് മനസ്സിലാവും ഞാനെന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് വെച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പം നെഗറ്റീവ് പറഞ്ഞാലല്ലേ നമുക്കത് പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ചിന്തിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്ന വീഡിയോ ഇവിടെ നിർത്തുന്നു, ഇത്രയേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിൽ തന്നെ പോയി ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ബാക്കി കാര്യങ്ങളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇനി വരികയാണെങ്കിൽ ബാക്കി അതിൻ്റെ ആൻസേഴ്സായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ലൈഫ് ജേർണി അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് എത്രത്തോളം
സക്സസ് ആകും അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.